ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു ഒരു ഡ്രോൺ വാങ്ങുക എന്നുള്ളത്. നമ്മളെന്തായാലും രാവിലെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രോൺ വാങ്ങിയാൽ കൊള്ളാം എന്നുള്ളൊരു ഒത്തിരി നാൾ ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്നത് നമ്മൾ സാധിച്ചെടുത്തു. ഏകദേശം 1 ലക്ഷം വിലയുണ്ട് ഡ്രോണിന്. ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഹോം ടൗണിൽ നിന്ന് തന്നെയാണ്. തൊടുപുഴ അടുത്തുള്ള സ്ഥലത്തു നിന്നാണ്. ഡിജയുടെ ഓതറൈസ്ഡ് സ്റ്റോറിൽ നിന്നുമാണ് വാങ്ങിച്ചത്. നമുക്ക് 1 ഇയർ വാറണ്ടിയാണ് ഡിജയുടെ ഡ്രോണിന് വരുന്നത്. സർവീസ് വാറണ്ടിയാണ് കേട്ടോ. ഓൺലൈൻ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർവീസ് വാറണ്ടിയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മേടിച്ചത് ഫ്ലൈമോർ കോംബോ എന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ ഡ്രോൺ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ റിമോട്ട് കൺട്രോള്, പിന്നെ ചാർജിങ് ഹബ്ബ്, പിന്നെ അതിൻ്റെ കുറേ പ്രൊപ്പല്ലേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇതാണ് നമ്മുടെ ഡ്രോണ്. നമ്മൾ മേടിച്ച വേരിയൻ്റ് എന്ന് പറയുന്നത് ഡിജയുടെ മിനി 4 പ്രോ ഫ്ലൈമോർ കോംബോ ആണ്. അപ്പോൾ ഒത്തിരി ചെറിയ റിസർച്ചസൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംനി ഡയറക്ഷണൽ വ്യൂ, പിന്നെ പോർട്രേറ്റ് വീഡിയോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാനിതിൽ നോക്കിയായിരുന്നു. അപ്പം അത്തരത്തിലുള്ളതൊക്കെ നോക്കിയാണ് ഞാനിത് എടുത്തത്. എന്തായാലും ഇന്ന് ഒത്തിരി ഹാപ്പിനെസ് ഉള്ള ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു ഡ്രീമാണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ഫസ്റ്റ് നമ്മൾ ഡ്രോണോട് വെക്കാം. അടുത്തതായിട്ട് അതിനൊരു RC റിമോട്ട് വരുന്നുണ്ട്. RC റിമോട്ടിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഡ്രോണിനെ കൺട്രോൾ ചെയ്യാനായിട്ട് RC റിമോട്ട് തന്നെ വേണം. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് എല്ലാം. അതിന് പിന്നെ ഫ്ലൈമോർ കോംബോ എടുത്തതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചാർജസ് കൂടുതൽ കിട്ടണമെന്നുള്ളതാണ്. ഡ്രോൺ വരുമ്പോൾ അതിൽ ആദ്യം ഒരുപാട് സ്റ്റിക്കേഴ്സും പിന്നെ ഒരു ഫോം ഷീറ്റൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറ, ഗിംബൽ സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് ഒരു ചെറിയൊരു ഫോം ഷീറ്റൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് RC റിമോട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയായിരുന്നു എന്താ ഒരു ചാർജ് ഉണ്ടെന്ന് അറിയാനായിട്ട്. 1 പ്രസ് ചെയ്തിട്ട് പിന്നെ 2 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ RC റിമോട്ട് നമുക്ക് സ്റ്റാർട്ടാവും. ഇനിഷ്യൽ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് വൈഫൈ ആവശ്യമാണ്. ശരിക്കും ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. ലാംഗ്വേജസ്, കൺട്രി, റീജിയൺ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് വേണം നമ്മളിത് ആക്സസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിജയുടെ ഒരു അക്കൗണ്ട് വേണം. ഡിജയുടെ അക്കൗണ്ട് എനിക്ക് ഓൾറെഡി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഡിജയുടെ ഒരു ഗിംബൽ ഇരിപ്പുണ്ട്, മൊബൈൽ ഗിംബലുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞാനിത് ആക്ടിവേറ്റ് ചെയ്തെടുത്തത്. ഡ്രോൺ ഓണാക്കാനും ഇതുപോലെ തന്നെയാണ്. വേറെ എക്സ്റ്റേണലായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ ഫസ്റ്റ് ഒരു പ്രസ് ചെയ്യുക, പിന്നീട് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡ്രോൺ ആകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പ്രൊപ്പലേഴ്സ് ഒന്ന് ഇറങ്ങി. അതുപോലെ തന്നെ ക്യാമറയുടെ ഗിംബൽ ഒന്ന് സ്റ്റാർട്ടാവും. എന്നിട്ട് പുള്ളി റെഡിയായി, ഞാൻ ഓണായി കേട്ടോ എന്നുള്ള കാര്യം നമ്മളോട് ഷെയർ ചെയ്യാൻ വെച്ചാണ്. അതിനുശേഷം പിന്നീട് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പറത്തുക എന്നുള്ളതാണ്. ഇനിയിപ്പം പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല ഈ ഡ്രോൺ കൈകാര്യം ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഹാൻഡ്ലിങ് എബിലിറ്റി വേണം. അതുപോലെ തന്നെ നല്ല കൺട്രോൾ വേണം. പിന്നെ ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നമ്മളിത് ഇൻഡോറിൽ വെച്ച് യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ അവിടെ തന്നെ ഞാൻ കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്, ആക്സസ് ചെയ്തത്. ഞാനിപ്പം ഈ എടുത്തിരിക്കുന്ന സ്റ്റോറിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് എല്ലാ പാർട്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ തന്നെ കിട്ടും. പിന്നെ ഞാനും ആദ്യക്കൂട്ടനും കൂടെ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്തത്.